വെർച്വൽ അറസ്റ്റ് തട്ടിപ്പിലൂടെ മട്ടാഞ്ചേരി സ്വദേശിനിയിൽ നിന്ന് 2,88,00,000 രൂപ തട്ടിയെടുത്ത കേസിൽ 2 പേർ കൂടി പിടിയിലായി. ഡൽഹിയിൽ നിന്നാണ് അന്വേഷണ സംഘം ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. ഈ കേസിൽ നേരത്തെ മഹാരാഷ്ട്ര സ്വദേശിയായ സന്തോഷിനെ മുംബൈയിലെത്തി പിടികൂടിയിരുന്നു. ഡൽഹിയിൽ സ്ഥിരതാമസക്കാരായ UP സ്വദേശി അതുൽ ഠാക്കൂറിനെയും ബീഹാർ സ്വദേശി മുഹമ്മദ് ദിൽഷാദിനെയുമാണ് മട്ടാഞ്ചേരിയിൽ നിന്നുള്ള അന്വേഷണ സംഘം പിടികൂടിയത്. മണി ലോണ്ടറിംഗുമായി ബന്ധപ്പെട്ട് മുംബൈ തിലക് നഗർ പോലീസ് സ്റ്റേഷനിൽ കേസുണ്ടെന്നും അറസ്റ്റ് ഒഴിവാക്കാൻ പണം അടയ്ക്കണമെന്നും വിശ്വസിപ്പിച്ചായിരുന്നു മട്ടാഞ്ചേരി സ്വദേശിനിയായ വീട്ടമ്മയിൽ നിന്ന് സംഘം 2,88,00,000 രൂപ തട്ടിയത്. 12 തവണകളായാണ് മട്ടാഞ്ചേരി സ്വദേശിനിയും ഭർത്താവും ചേർന്ന് 2,88,00,000 രൂപ സംഘത്തിന് കൈമാറിയത്. കേസിൽ നേരത്തെ പിടിയിലായ സന്തോഷ് കുമാർ നാഗരികയുടെ ഡൽഹി ബന്ധമാണ് ഇപ്പോൾ അറസ്റ്റിലായവരിലേക്ക് എത്തിച്ചത്. ജീവാമൃത ലൈഫ് കെയർ എന്ന വ്യാജവിലാസത്തിൽ ആരംഭിച്ച അക്കൗണ്ടിലേക്ക് 61 ലക്ഷം രൂപയാണ് വന്നത്. ഇത് പിന്നീട് കൊമേഴ്സിന്റെ പേരിൽ അതുലും ദിൽഷാദും മറ്റ് അക്കൗണ്ടുകളിലേക്ക് മാറ്റി എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. 61 ലക്ഷം കൈക്കലാക്കിയ സംഘത്തിൽ അറസ്റ്റിലായവർക്ക് പുറമെ ടെക്കികളായ 2 പേർക്ക് കൂടെ പങ്കുണ്ട്. ഇവരെ പറ്റിയുള്ള വ്യക്തമായ വിവരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. തട്ടിപ്പിന്റെ യഥാർത്ഥ ചിത്രം ഇനിയും തെളിഞ്ഞു വരേണ്ടതുണ്ട്. ഇതിനായി ഇതുവരെ പിടിയിലായ 3 പ്രതികളെയും ഒരുമിച്ച് ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് അന്വേഷണ സംഘം. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതികളിലേക്ക് എത്താൻ സാധിക്കുമെന്നാണ് സൂചന. കേസ് രജിസ്റ്റർ ചെയ്ത് ചെറിയ കാലയളവിനുള്ളിലാണ് 3 പേരെയും പിടികൂടിയിട്ടുള്ളത്. മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരായ ജിമ്മി ജോസ്, മാത്യു, സുബിത് കുമാർ, സുധീഷ് TS, ധനേഷ് VD, ഫെബിൻ എന്നിവരാണ് ഡൽഹിയിലെത്തി പ്രതികളെ പിടികൂടിയത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.